ഒരിടവേളയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥയെ ചൊല്ലി ബി.ജെ.പി. കോൺഗ്രസ് വാക്പോര് ശക്തമായത് ശ്രദ്ധേയമായി. ഭരണഘടനാ ഹത്യാ ദിനാചരണ പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ ബി.ജെ.പി. ശ്രമിക്കുമ്പോൾ മോദി സർക്കാരിന്റെ 10 വർഷത്തെ വീഴ്ചകൾ ആയുധമാക്കി തിരിച്ചടിക്കുകയാണ് കോൺഗ്രസ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങാൻ 10 ദിവസം മാത്രം ശേഷിക്കെയാണ് ബി.ജെ.പി. വീണ്ടും അടിയന്തരാവസ്ഥ ചർച്ചയാക്കുന്നത്. മണിപ്പൂർ നീറ്റ് വിഷയങ്ങൾ ഉയർത്തിയുള്ള കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് തടയിടാനും ഭരണഘടനാ സംരക്ഷണം എന്ന മുദ്രാവാക്യത്തെ പ്രതിരോധിക്കാനുമാണ് ബി.ജെ.പിയുടെ നീക്കം. ഭരണഘടനാ ഹത്യാ ദിനാചരണം പ്രഖ്യാപിച്ചതോടെ ചർച്ചകൾ ആ വഴിക്ക് നീങ്ങുമെന്ന് ബി.ജെ.പി. കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയും തിരഞ്ഞെടുപ്പ് കാലത്തെ ആരോപണങ്ങൾ ആവർത്തിച്ചുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തിരിച്ചടിച്ചത്. നോട്ടു നിരോധനം മുതൽ കോവിഡ് കാലത്തെ ലോക്ക്ഡൌണും മണിപ്പൂർ കലാപവും വരെ മോദി സർക്കാരിന്റെ കാലത്തെ ഭരണഘടനാ ലംഘനങ്ങളാണെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രതിപക്ഷത്തിനെതിരെ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന നടപടികൾ, ഇലക്ട്രൽ ബോണ്ട്, പാർലമെന്റിൽ 146 എംപിമാരെ സസ്പെൻഡ് ചെയ്തത് എന്നിവയും ഭരണഘടനാ ലംഘനങ്ങളാണെന്ന് മോദിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സമൂഹ മാധ്യമ പോസ്റ്റിൽ ഖാർഗെ കുറിച്ചിട്ടുണ്ട്. ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആർക്കും ഭരണഘടനാ ഹത്യാ ദിവസം എന്ന് പേരിടാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിൽ വീണ്ടും അടിയന്തരാവസ്ഥയും ഭരണഘടനയും ചർച്ചകളിൽ നിറയുമെന്ന് ഉറപ്പാണ്. എല്ലാ വർഷവും ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയത് ഈ അടുത്ത ദിവസമാണ്. അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിനെതിരായ ആക്രമണം കടുപ്പിക്കുന്ന ബി.ജെ.പിയുടെ ഏറ്റവും പുതിയ നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. 1975 ജൂൺ 25-നായിരുന്നു ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. തന്റെ എക്സ് പോസ്റ്റിലൂടെയായിരുന്നു അമിത്ഷാ ഈ പ്രഖ്യാപനം നടത്തിയത്. 1975 ജൂൺ 25-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വേച്ഛാധിപത്യ മനോഭാവത്തിന്റെ ധിക്കാരപരമായ പ്രകടനത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് നമ്മുടെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ വരിഞ്ഞു മുറുക്കി. നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകൾ ജയിലുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. മാധ്യമങ്ങളെയും നിശബ്ദമാക്കിയെന്നാണ് അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യം അറിയിച്ചുകൊണ്ട് എക്സ് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ചവിട്ടിമെതിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും. കോൺഗ്രസ് അഴിച്ചുവിട്ട ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമായ അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിച്ച ഓരോ വ്യക്തിക്കും ആദരവ് അർപ്പിക്കുന്ന ദിനം കൂടിയാണിതെന്നായിരുന്നു മോദി പറഞ്ഞത്. പ്രധാനമന്ത്രിയായി മോദി അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയിൽ ഭരണഘടന കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ആരോപിച്ചിരുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ദുർബലപ്പെടുത്തുകയാണെന്നും ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുകയാണെന്നും ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് മോദി സർക്കാരിന്റെ ഈ നീക്കം. പ്രതിപക്ഷ ആരോപണങ്ങളെ ദുർബലപ്പെടുത്താൻ ഇതിലൂടെ കഴിയുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഇന്ന് പ്രതിപക്ഷ പ്രചരണങ്ങളെ കള്ളമെന്ന് വിശേഷിപ്പിച്ച സർക്കാർ അടിയന്തരാവസ്ഥ തന്നെയാണ് സഭയ്ക്ക് അകത്തും പുറത്തും മുഖ്യ ആയുധമാക്കുന്നത്.